ബലിപെരുന്നാൾ ദിനത്തിലും തെരഞ്ഞെടുപ്പ് ഓട്ടത്തിന്റെ തിരക്കിലാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകളിലെത്തി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ടു. കൊടുമ്പിരി കൊണ്ട ഇലക്ഷൻ പ്രചാരണത്തിനിടയിലാണ് നിലമ്പൂരിലെ ബലിപെരുന്നാൾ ആഘോഷം. മറ്റു പരിപാടികളെല്ലാം ഒഴിവാക്കി ഇന്ന് സ്ഥാനാർത്ഥികൾ നാടിന്റെ ആഘോഷത്തിനൊപ്പമാണ്. നിലമ്പൂർ മിനറാപ്പടി സലഫി മസ്ജിദിലെ ഈദ്ഗാഹിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പെരുന്നാൾ നമസ്കാരത്തിനെത്തി. ശേഷം പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടം സന്ദർശിച്ചു. ഈ ദിവസങ്ങളൊക്കെ വലിയൊരു തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയില്ല. അതുകൊണ്ട് സുഹൃത്ത് സന്ദർശനങ്ങൾക്കും കുടുംബ സന്ദർശനങ്ങൾക്കും വേണ്ടിയാണ് ഈ 2 ദിവസം മാറ്റിവെച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിക്കുന്ന തിരക്കിലാണ്. അതിനിടെ മുക്കട്ട ചന്തമുക്ക് ജുമാ മസ്ജിദുകൾ സന്ദർശിച്ച് വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നു. നമ്മുടെ നാടിന്റെ സാഹോദര്യം കൂടുതൽ ശക്തമായി ഊട്ടിയുറപ്പിക്കാൻ ഈ പെരുന്നാൾ ആഘോഷങ്ങൾ സഹായകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. എടക്കര മസ്ജിദുസ്സലാമിലായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പെരുന്നാൾ നമസ്കാരം. നിലമ്പൂരിന്റെ മതേതര മുഖം നിലനിർത്താനാണ് തന്റെ പോരാട്ടമെന്ന് PV അൻവർ. നാടിന്റെ മതസൗഹാർദ്ദവും സ്നേഹവും മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളും വളരെ ഊഷ്മളമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ദൈവമേ ഈ നാട്ടിൽ നിലനിർത്തുന്ന എല്ലാവർക്കും എല്ലാവരുടെയും വിശ്വാസപ്രകാരം ജീവിക്കാനും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണേ എന്നാണ് പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. അതാണ് സമൂഹത്തിന് വേണ്ടിയിട്ട്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചാത്തമുണ്ട സലഫി ജുമാ മസ്ജിദിലും പോത്തുകല്ല് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലുമെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഇത് ചാത്തമുണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ സഹപാഠികളുണ്ട്, എൻ്റെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ ബലിപെരുന്നാൾ ആശംസകൾ ആദ്യമായിട്ട് അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു സന്തോഷം ദിനം ആശംസിക്കുന്നു. പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലും നിലമ്പൂരിൽ രാഷ്ട്രീയ ചൂടിന് കുറവില്ല. ഒരു ദിവസം ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സ്മരണകൾ അയവിറക്കി നിലമ്പൂർ നാളെ വീണ്ടും അങ്കത്തട്ടിലേക്ക്. റിപ്പോർട്ടർ, നിലമ്പൂർ.